നിങ്ങൾക്കിപ്പോൾ മുടികൊഴിച്ചിലും താരനുമാണ് പ്രശ്നമെങ്കിൽ ഇതിലും നല്ലൊരു പാക്ക് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഒറ്റ യൂസിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ നമ്മൾ മഴയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചലഞ്ചൊക്കെ തുടങ്ങിയത്. പക്ഷേ ഇന്നലെ തൊട്ട് നമ്മൾ ചലഞ്ച് തുടങ്ങിയെന്ന് തൊട്ട് മഴയാണ് കേട്ടോ. എല്ലായിടത്തും മഴ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചലഞ്ചിൽ ഡേ 2 ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാണിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഡേ 2 വീഡിയോ വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് ഡേ 4 വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നമുക്ക് വീഡിയോ ഉണ്ടാവുക. ചിലപ്പോൾ ഇന്നലെ വീഡിയോ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുടി കൊഴിച്ചിലും താരനും പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ് ഇല്ലേ, ഇച്ചിങ്, പിന്നെ സ്കാൽപ്പിൽ ഇങ്ങനെ കുരുക്കളൊക്കെ ഉണ്ടാവും. ചിലർ കമൻറ്റിലൂടെ പറയുന്ന ഒരു കാര്യമാണ്. അത് മാറ്റിയെടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ മേലെ എനിക്ക് വേറൊരു പാക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം താരൻ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നമ്മുടെ ചലഞ്ച് തുടങ്ങിയപ്പോൾ മുതൽ ഞാനിങ്ങനെ കമൻറ്റിൽ കാണുന്നുണ്ട്, പിന്നെ ഇത് ചെയ്ത പാക്കാണ്, ചെയ്ത പാക്കുകൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണെന്ന്. എല്ലാവരും അല്ല കേട്ടോ, ഒരു 2 പേരൊക്കെ ഇങ്ങനെ കമൻറ്റിലൂടെ പറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കങ്ങനെ ചെയ്ത പാക്ക് തന്നെ ചെയ്യാമെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് വിഷമമില്ല. പക്ഷേ ആളുകളെ പറ്റിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരിക്കലും ചലഞ്ചിൽ വെറൈറ്റി ആയിട്ടുള്ള പാക്കുകൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം വ്യൂസ് കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് വ്യൂസ് അല്ല ആവശ്യം. എനിക്ക് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഹെയർ കെയർ ചെയ്യുന്നവർക്ക് റിസൾട്ട് കിട്ടണം, അത് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള പാക്കുകൾ ചെയ്യാത്തത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരിക്കലും ചലഞ്ചിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പാക്കുകൾ പരീക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പാക്കുകൾ നമ്മൾ ചെയ്യുന്നതാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു പാക്ക് പണി തന്നു കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ചിൻ്റെ മൊത്തത്തെ റിസൾട്ടിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രധാനം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ആ കമൻസുകൾ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറഞ്ഞത്. അപ്പം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പാക്കുകൾ തന്നെയാണ്, അതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, ഹെയർ കെയർ എൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആരോടും നിർബന്ധമായിട്ട് ചെയ്യണം അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ, എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ സമയം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഇപ്പോഴും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം, അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അധികം ഇനിയൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഏതാന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പേരയിലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചിൽ താരൻ പ്രശ്നമുള്ളവരാണെങ്കിൽ ഇന്നത്തെ പാക്ക് നിങ്ങൾക്ക് എന്തായാലും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് തരും കേട്ടോ. ഈ പാക്ക് നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പോടുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയിലല്ല, നിങ്ങൾക്ക് സ്കാൽപ്പിൽ താരൻ്റെ പ്രശ്നമാണെങ്കിലും മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമാണെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. എനിക്കിന്ന് അത്യാവശ്യം നല്ല മൂത്ത ഇലയാണ് പേരയില കിട്ടിയിട്ടുള്ളത്. മൂത്ത ഇലയാണെങ്കിൽ കുഴപ്പമില്ല, തളിരില കിട്ടുമെങ്കിൽ നല്ലതാണ്. ഒരു 5-8 പേരയില നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ പുറമെയൊക്കെ താമസിക്കുന്നവർ നമ്മുടെ ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് പേരയില കിട്ടില്ല എന്നാണെങ്കിൽ പേരയിലേൻ്റെ പൗഡർ ഇല്ലേ, പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പേരയില സ്കിപ്പ് ചെയ്യാം. പേരയില കിട്ടില്ലെങ്കിൽ മാത്രം കേട്ടോ, പേരയില കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മുടെ ചലഞ്ചിൽ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പം ഞാനിതാ ഒരു 5-8 പേരയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേരയില ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു വെക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതാ പേരയില നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഒന്ന് പിച്ചിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പേരയില ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. കാരണം പേരയില നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. മുടി കൊഴിച്ചൽ, താരൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ടും പേരയില നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പേരയിലയുടെ കൂടെ നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 5-6 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനി ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാം. വലിയതാണെങ്കിൽ ഒരു കഷ്ണം ഉപയോഗിച്ചാൽ മതി, ചെറുതാണെങ്കിൽ ഒരെണ്ണം മൊത്തമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ പേരയില ഇല്ലെങ്കിൽ കൂടിയും ചെറിയ ഉള്ളി നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ പുറമെയൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ.
പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 സ്പൂൺ അളവിൽ തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂൺ ആണെങ്കിൽ 3 സ്പൂൺ അളവിൽ ചേർത്താൽ മതി. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 4 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. തൈര് നമുക്ക് താരന്റെ പ്രശ്നവും പിന്നെ സ്കാൽപ്പിൽ ഇച്ചിങ് പിന്നെ സ്കാൽപ്പിൽ കുരുക്കൾ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് തൈര് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ തൈരും നിങ്ങൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ പുറമേയൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പേരയില കിട്ടുന്നില്ല എന്നാണെങ്കിൽ തൈരും ചെറിയുള്ളിയും മാത്രമായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ പാക്ക് ചെയ്ത് കൊടുക്കാം. അതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പാക്കിൽ വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തൈര് ചേർത്ത് തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തത് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ എല്ലാ പാക്കും അരിച്ചിട്ട് മാത്രമല്ലേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് പാക്ക് ആണെങ്കിലും നിങ്ങൾ അരിച്ചെടുത്തിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഈ പാക്കൊക്കെ നമുക്ക് സിമ്പിളാണ്, അരിച്ചെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് അരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ മതി കേട്ടോ. ഇപ്പോൾ മുടി കൂടുതലുള്ളവരാണെങ്കിലും കുറവുള്ളവരൊക്കെ ആണെങ്കിലും ഈ ഒരു അളവിൽ നമുക്ക് പാക്ക് മതി. കാരണം നമ്മൾ പാക്കിന് സ്കാൽപ്പിൽ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്, മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് പാക്ക് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഓയിലി ഫീലിലാണെങ്കിൽ പിന്നെ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിനകത്ത് തൈരൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഓയിൽ തേക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എൻ്റെ മുടി നല്ല അത്യാവശ്യം നന്നായിട്ട് ഓയിലി ആയിട്ട് ഒട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓയിൽ തേക്കുന്നില്ല. അപ്പോൾ ഞാനിത് അവിടെ ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട്. പഞ്ഞി ഉപയോഗിച്ചിട്ടൊക്കെ തേക്കുകയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് തേക്കാൻ കുഴപ്പമൊന്നുമില്ല. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ സെക്ഷനായിട്ടൊക്കെ എടുത്തിട്ട് എന്താ പറയുക പതുക്കെയൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് താരനൊക്കെ പോകണമെങ്കിൽ നമ്മൾ താരനുള്ള എല്ലായിടത്തും നമ്മുടെ പാക്ക് ആവണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഒരുപാട് താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, ഇച്ചിങ്ങിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ നിങ്ങൾ തേച്ച് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് ഹെയറിന് റീഗ്രോത്ത് തരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ നെറ്റി കയറൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പുതിയ മുടികളൊക്കെ വളരാനായിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകുന്ന സമയത്ത് നിങ്ങൾ വേറെ ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുത്താൽ മതി കേട്ടോ. ചിലർ വിചാരിക്കും തൈരുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഓയിലി ഫീൽ ഉണ്ടാവില്ലേ എന്നുള്ളത്. നിങ്ങൾ പേരയില അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഓയിലി ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പേരയില നമ്മുടെ മുടിയിലെ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾ പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ തൈരും മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ താളി ഉപയോഗിച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയൊരു ഓയിലി ഫീൽ ഉണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ട് താളി ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. താളി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാം. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും തേച്ച് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഒരു മസാജിങ് കൊടുക്കുക കേട്ടോ. വലിയ ഹെവി ആയിട്ടൊന്നും കൊടുക്കരുത്. നനഞ്ഞ മുടിയായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്താൻ വേണ്ടി മാത്രം ചെറിയ രീതിയിൽ ഒരു മസാജിങ് കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടിവെക്കാം. അപ്പോൾ ഞാനിത് ആ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. ഈ ഒരു പാക്ക് ഈ ഒരു രീതിയിൽ തേച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര എടുത്ത് പറയുന്നത്. പിന്നെ പാക്ക് നിങ്ങൾ 15 മിനിറ്റ് നേരം വെച്ചാൽ മതി. തണുപ്പ് പ്രശ്നമില്ലാത്തവർ കേട്ടോ. തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകാം. പിന്നെ കഴുകേണ്ട എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മില്യൺ വ്യൂസ് ഒക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. മുടി കൊഴിച്ചിൽ എന്തായാലും ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടില്ല എന്നറിയാം. പക്ഷേ താരൻ 99% പോയിന്ന് ഒറ്റ യൂസിൽ തന്നെ പോയിന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കും പേഴ്സണലി അത് പിന്നെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാക്കിനെ ഞാൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ താരൻ്റെ പ്രശ്നവും മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം ചെയ്താൽ മതി. ചലഞ്ച് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ അടുപ്പിച്ച് ചെയ്യരുത്. 2 തവണ ചെയ്യണമെങ്കിൽ ഒരു 3-4 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് ആഴ്ചയിൽ 2 തവണ 1 തവണയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മുടി കഴുകുന്ന കാണിക്കുന്നില്ല. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഒന്നും ഉപയോഗിച്ചിട്ടല്ലല്ലോ, വെറുതെ വെള്ളത്തിലല്ലേ കഴുകുന്നത്. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 3-ാമത്തെ ദിവസം ഈ ഒരു പാക്കാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഹെയർ സെറം എന്തെങ്കിലും തേച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ 4-ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്യുക. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മതി. മുടി കഴുകാത്തവർക്ക് മുടി കഴുകേണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.